Hi everyone. In this class, we will be studying about file handling in C++. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽസൊക്കെ സ്ട്രക്ചർ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിൽ നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് ആണ് ബേസിക്കലി പഠിക്കാൻ പോകുന്നത്. ഒരു ഫയൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോറേജ് പേർപ്പസിനും വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫയൽസ് എവിടേക്കാണ് സേവ് ആവുന്നതെന്നും ഏത് ഫോൾഡറിനാണെന്നും എങ്ങനെയൊക്കെയാണ് അതൊക്കെ അതിൻ്റെ സേവിങ് പേർപ്പസിലാണ് ഫയൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ ടേപ്പിൽ CD-യിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോർ ചെയ്യാം. സോ ആ സ്റ്റോറേജ് പേർപ്പസിനുള്ള വേണ്ടിയുള്ളതിനാണ് നമ്മൾ ഫയൽസ് എന്ന് പറയാം. സോ ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. അതുപോലെ തന്നെ നമുക്കത് മെയിൻ മെമ്മറിയിൽ വെക്കാം. നമുക്ക് അതനുസരിച്ച് അത് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സോ നമുക്ക് പറയുന്ന ഈ റെക്കോർഡ്സ് അറേസ് ഒക്കെ നമുക്ക് ഫയൽസ് ആയിട്ട് വരാം. സോ ഫയൽ നമുക്ക് സ്റ്റോറേജ് തരുന്നത് ഒന്ന് മെയിൻ മെമ്മറിയിലാണ്, ഒന്ന് സെക്കൻഡറി മെമ്മറിയാണ്. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ലൈക്ക് റാം ചിപ്സ്. റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഒക്കെയാണ് റാമിൽ വരുന്നത്. സോ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഉള്ള മെമ്മറി അല്ലാണ്ട് അതിന് പുറമേ ഉള്ള മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. സോ ദാറ്റ് ഈസ് യൂഷ്വലി എ ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ്. അതിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയാം. കമ്മിങ് ടു മെയിൻ മെമ്മറി, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെയാണ്, അതിന് വേണ്ടിയുള്ള സ്റ്റോറേജ് അലോക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ മെമ്മറി വെക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ മെമ്മറി ആയതുകൊണ്ട് തന്നെ അതിന് സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ മാത്രമേ ഇറ്റ് ക്യാൻ ഹോൾഡ് ആൻഡ് ഓൾസോ ടെമ്പററി ആണ്. നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ആ ഡാറ്റാസും അതിൻ്റെ വേരിയബിൾസ് എല്ലാം പോകും. അതുപോലെ തന്നെ ഫാസ്റ്റ് ആണ്. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് തൊട്ട് ആ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ഡീഅലോക്കേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഗിവ്സ് ഫാസ്റ്റ് ആക്സസ് ടു ദ ഡാറ്റ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ഓഫ് ദി ഇലക്ട്രോണിക് ആ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ആർക്കിടെക്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് ഈ ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ ഫോൾഡേഴ്സ് ഫയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി മെമ്മറിയിൽ വെക്കാം. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയും വെക്കാം. ഇനി നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് പെർമനൻറ്റ്. നമ്മൾ പവർ സ്വിച്ച് ഓഫ് ചെയ്താൽ അത് പോകുന്നില്ല. കാരണം നമ്മൾ സേവ് ചെയ്തിട്ട് ഒരു ഫോൾഡർ മെൻഷൻ ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഡാമേജ് ആയെങ്കിൽ മാത്രമേ അത് പോകുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ബാക്കപ്പ് വെക്കാം, അത് റീട്രേസ് ബാക്കും ചെയ്യാം. പക്ഷേ അങ്ങനെ കുറേ ഫയൽസ് ഉള്ളതുകൊണ്ട് തന്നെ ആ സെക്കൻഡറി മെമ്മറി നമുക്ക് വേണ്ട ഫയൽസ് റീഡ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ കുറച്ച് സ്ലോ ആണ്. സോ ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് മെമ്മറി. സോ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് മെമ്മറിയിലും ഫയൽ നമുക്ക് സ്റ്റോറിങ് പോസിബിൾ ആണ്. ഫയൽസ് നമ്മൾ ബേസിക്കലി സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. സോ ഇനി വരുന്ന C++ സ്ട്രീംസ് എന്താണ്? C++ സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്ലോന് പറയുന്നതാണ് സ്ട്രീം. അതായത് ഇറ്റ് ഈസ് എ ജനറൽ നെയിം ദാറ്റ് ഇസ് ഗിവൺ ടു എ ഫ്ലോ ഓഫ് ഡാറ്റ. സോ ഡാറ്റ ഫ്ലോ എന്ന് പറയും നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൽ എന്തൊക്കെ ഡാറ്റയാണ് എവിടേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ ഫ്ലോ ചെയ്യുന്നത്, അത്രയും കാര്യങ്ങളാണ് C++ സ്ട്രീംസ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നതിൽ പോകുന്നത്. So basically different types of streams are used to represent the different kind of data. അതുപോലെ തന്നെ ഓരോ സ്ട്രീം എന്നും പറയുന്നത് ഓരോ ക്ലാസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ മെമ്പർ ഫംഗ്ഷൻസും ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് അപ്കമിങ് സെഷനിൽ ഇനി ക്ലാസ് എന്താണെന്ന് പഠിക്കും. ക്ലാസ്സും അതുപോലെ തന്നെ നമുക്ക് കുറേ എൻറ്റിറ്റീസിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ മെമ്പർ ഫംഗ്ഷൻസും ബാക്കിയുള്ള ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം സ്ട്രീംസ് ഒക്കെ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ടൈപ്പ് ഓഫ് particular classes and also member functions etc. അപ്പോൾ ഇതൊക്കെ ഡാറ്റ ഫ്ലോനെ അത് ബാധിക്കും. സോ യു ക്യാൻ സീ എ ഫ്ലോ ഓഫ് ഡാറ്റ. ഇവിടെ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ ഡിവൈസസ് ആൻഡ് ഫയൽസ് ഉണ്ട്. സോ ഡിവൈസസ് ആൻഡ് ഫയൽസിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് ആക്സസ് ചെയ്യുന്നത്. പ്രോഗ്രാം ഡാറ്റ നമ്മൾ ഡിവൈസ് ആൻഡ് ഫയൽസിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ദ ഫ്ലോ ഓഫ് ഡാറ്റ ഫ്രം ദ ഡിവൈസ് ഓഫ് ഫയൽസ് ടു ദ പ്രോഗ്രാം ഇസ് നോൺ ആസ് ദ ഇൻപുട്ട് സ്ട്രീം and the flow of data from the program to that of the devices or files is known as the output stream. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സ്ട്രീമിന് Cout വെച്ചിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുക, ഇൻസേർഷൻ ഓപ്പറേറ്റർ. അതുപോലെ ഇൻപുട്ട് സ്ട്രീം നമ്മൾ Cin വെച്ചിട്ടാണ്, ദാറ്റ് ഇസ് എ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അപ്പം ഇൻപുട്ട് സ്ട്രീം വരുന്നത് ഐ സ്ട്രീം ക്ലാസ്സിലാണ്, ദാറ്റ് ഇസ് എ ഇൻപുട്ട് സ്ട്രീം ക്ലാസ്. അതുപോലെ ഇൻസേർഷൻ ഓപ്പറേറ്റർ ലൈക്ക് ഔട്ട്പുട്ട് സ്ട്രീം വരുന്നത് O സ്ട്രീം ക്ലാസ്. അപ്പം ഐ സ്ട്രീമും O സ്ട്രീമൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ട് ഫയൽ സ്ട്രീംസിൽ. അപ്പം ഇവിടെ നമ്മൾ ഫയൽ സ്ട്രീംസിനെ F സ്ട്രീം വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഫയൽസിന് വേണ്ടിയിട്ടാണ് F സ്ട്രീം. And this is the flow of data between the program and the devices or files.
സോ നമുക്ക് ഇത്രയും ക്ലാസ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫയൽ ഇൻപുട്ടും ഫയൽ ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് സ്ട്രീം യൂസ് ചെയ്യും, ഓഫ് സ്ട്രീം യൂസ് ചെയ്യും, എഫ് സ്ട്രീം യൂസ് ചെയ്യും. ഇത് മൂന്നും നമുക്ക് ഫയൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. 1 is ഫോർ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെ അതും ഫുൾ സാറ്റിസ്ഫൈ ചെയ്യാനാണ് എഫ് സ്ട്രീം എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ഹയറാർക്കി ഓഫ് സ്ട്രീം ക്ലാസ്. സോ ആദ്യം IOS എന്ന് പറയുന്ന അതെന്താണ്? IOS എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലൈക്ക് അതിൽ ഉള്ളിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഈ സ്ട്രീമും ഇഫ് സ്ട്രീമും ഓഫ് സ്ട്രീമും എഫ് സ്ട്രീമും അങ്ങനത്തെ എല്ലാ സ്ട്രീം ക്ലാസ്സസും അതിൽ തമ്മിലുള്ള ഹൈറാർക്കീസ് ആണ്. അപ്പം നമ്മളിത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രീംസ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രിങ്സ് ഒക്കെ ഗെറ്റ് ലൈൻ, റീഡ്, പിന്നെ ഓപ്പൺ, ടെൽ ജി, സീക്ക് ജി, ഇതൊക്കെ പോയിന്റേഴ്സ് ആണ്. പിന്നെ ഓ സ്ട്രീമിൽ പുട്ട്, റൈറ്റ്, ഇങ്ങനത്തെ ഒക്കെ ഫങ്ഷൻസ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഫങ്ഷൻസ് ഉണ്ട്. സോ എവറി ക്ലാസ് ഇസ് റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് ഇസ് മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ IOS. അപ്പോൾ ഈ അപ്പോർഡ് ആരോ കാണിക്കുന്നത് വെച്ചാൽ ഏറ്റവും താഴെയുള്ളത് ബേസ് ക്ലാസ് ആണ്, ബാക്കിയെല്ലാം അതായിട്ട് റിലേറ്റഡ് ആണ്. സോ ദിസ് ഇസ് ജസ്റ്റ് എ സ്ട്രീം ക്ലാസ് ഹൈറാർക്കി. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽ ഓപ്പറേഷൻസ് നോക്കാം. അതായത് ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും, ഫയലിന് റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ഫയലിൻ്റെ എൻഡായോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫയലിൽ ചെയ്യാം. ഫയലിൽ കൂടെ തന്നെ ഇൻപുട്ട് കൊടുത്തിട്ട് ആ ഇൻപുട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ വീണ്ടും ഫയലിൽ തന്നെ കിട്ടുന്ന അങ്ങനത്തെ ന്യൂമറസ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫയലിൽ ചെയ്യാൻ പറ്റും. സോ ഇൻ ദിസ് സെക്ഷൻ വി വിൽ ബി സ്റ്റഡിങ് ബേസിക് ഫയലിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ഓപ്പണിംഗ് ഓഫ് ഫയൽ. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ ഒന്നെങ്കിൽ നമ്മൾ കൺസ്ട്രക്ടർ ഓഫ് ദ സ്ട്രീം ക്ലാസ് യൂസ് ചെയ്യണം. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ക്ലാസ് നെയിം. അപ്പം ഇപ്പോൾ അത് ബോധറാവണ്ട, നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ കൺസ്ട്രക്ടറും ഒബ്ജക്റ്റും ക്ലാസ്സസ് ഒക്കെ പഠിക്കും. അപ്പോൾ ഇപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇഫ് സ്ട്രീം ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഏതെന്ന് വെച്ചാൽ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ 2 എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഫയൽസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ കുറച്ച് മോഡ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഹിയർ വി ആർ യൂസിങ് APP എന്ന് പറയുമ്പോൾ അത് അപ്പെൻഡ് ചെയ്യാനാണ്. ATE എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ഫയൽ പോകാനാണ്. ബൈനറി എന്ന് പറയുമ്പോൾ അത് ബൈനറി ഫയലാണ്. ദെൻ എന്ന് പറയുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്യാനാണ്. നോ ക്രിയേറ്റ് എന്ന് പറയുന്നത് അത് ഓൾറെഡി ഇല്ലാത്തൊരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് എക്സിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് കാണിക്കും. നോ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് തുറക്കില്ല. ഈ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ദെൻ ഇറ്റ് ഓപ്പണിംഗ് ഫെയിൽ ആവും. നോ റീപ്ലേസ് മോഡിലാണ് നമ്മൾ ഫയൽ തുറക്കുന്നത്. ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ട്രങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ഫയലുള്ള കണ്ടൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. സോ നമുക്ക് ഈ ഇത്രയും മോഡ്സ് ആണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ, നമ്മൾ തന്നെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പം ഇത്രയും മോഡ്സ് നമുക്ക് അതിൽ കൊടുക്കാം. ആൻഡ് ഓൾസോ നമുക്ക് മോഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള കൊടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഫയൽ ഓപ്പണിംഗ്. ഫയൽ ഓപ്പണിംഗ് ഇതൊരു ചെറിയ പോർഷനാണ്. sales.dly എന്ന് പറയുന്ന ഫയൽ തുറന്നിട്ട് അത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിളിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസാക്ഷൻ നള്ളാണോ ചെക്ക് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ നള്ളാണോ ഒന്നുമില്ല, അങ്ങനത്തെ ഫയൽ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അൺഎബിൾ മെസ്സേജ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ scene.get, അതായത് scene.get എന്ന് പറയുന്നത് യൂസറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഓപ്പറേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും കീ പ്രസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ദെൻ വി ആർ യൂസിങ് എക്സിറ്റ് ഫംഗ്ഷൻ. ഇതൊരു സാമ്പിൾ കോഡാണ്. ഇതിന് അത്ര വലിയ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾസ് നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ ഫയൽ ഓപ്പറേഷനിൽ വരുന്ന ആദ്യം ഒരു ഫയൽ നെയിമിങ് ചെയ്യുന്നതാണ്. ഹൗ വി വിൽ നെയിം എ ഫയൽ. ഫയൽ നെയിം ചെയ്യുന്നത്, ഒരു ഫയൽ നമ്മൾ എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നമുക്കൊരു ഫയൽ തുറക്കണം എന്നുണ്ടാകുമ്പോൾ നമ്മൾ ആ ഫയൽ പേര് വെച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ നമുക്ക് പേര് സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഫയൽ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഫയലിൻ്റെ നെയിം എപ്പോഴും 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നെയിം, അതിൽ ഡിജിറ്റ്സ് വരാം, ആൽഫബറ്റ്സ് വരാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരാം. പക്ഷേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ അണ്ടർസ്കോർ അല്ലെങ്കിൽ ചിലപ്പം ഹൈഫൺ ഒന്നും അത് സപ്പോർട്ട് ചെയ്യില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ബട്ട് സ്റ്റിൽ വി ക്യാൻ യൂസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ അതാണ് ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് വരുന്നത് എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ PDF ഫയലാണെങ്കിൽ .pdf, ടെക്സ്റ്റ് ഫയലാണെങ്കിൽ .text, അതല്ല ഇപ്പോൾ വീഡിയോ ഫയലാണെങ്കിൽ .mp4, ഇങ്ങനെ കുറേ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സോ വി വിൽ ഹാവ് ദ ഫയൽ നെയിം ആസ് sample.txt. അപ്പോൾ ഈ സാമ്പിൾ എന്നാണ് ഫയലിൻ്റെ പേര്. .txt എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് വിച്ച് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് എ ടെക്സ്റ്റ് ഫയൽ ആൻഡ് എക്സ്റ്റൻഷൻ ഡിസ്ക്രൈബ്സ് ദ ടൈപ്പ് ഓഫ് ദി ഫയൽ. ഇനി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വലി ഉള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെഡർ ഫയൽസ് വേണം.
അതിൻ്റെ കൂടെ തന്നെ എഫ് സ്ട്രീം എന്ന് പറയുന്ന നമ്മുടെ ഫയലിന് വേണ്ടിയിട്ടുള്ള ഹെഡർ ഫയലും വേണം. ഇൻ ദ മെയിൻ ഫംഗ്ഷൻ വി ആർ യൂസിങ് ഓഫ് സ്ട്രീം എഫ് ഔട്ട്. ഈ എഫ് ഔട്ട് എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു പേരാണ്. എഫിനൊന്നുണ്ട് എഫ് ഔട്ട് ഒന്നുണ്ട്. ലൈക്ക് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് ഔട്ട് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഫയൽ സ്ട്രീമാണ് വിച്ച് ഈസ് യൂസ് ടു ഔട്ട്പുട്ട് എ ഫയൽ. ഒരു ഫയൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ് സ്ട്രീം ക്ലാസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് എഫ് ഔട്ട് എന്ന് പറയുന്നത്. എഫ് ഔട്ട് ഇസ് ബേസിക്കലി ദ ഒബ്ജക്റ്റ് ഓഫ് ഓഫ് സ്ട്രീം ക്ലാസ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഓപ്പൺ ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോൾ, നമുക്ക് ഔട്ട്പുട്ടാണ് ഫോക്കസ് ചെയ്യുന്നുള്ള രീതിയിൽ വരുമ്പോൾ വി വിൽ ഫോളോ ഒ എഫ് സ്ട്രീം സ്പേസ് എഫ് ഔട്ട്. എന്നിട്ട് ഈ എഫ് ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനി അതിൽ ഒബ്ജക്റ്റീവ്, നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ആ ഫയൽ ഓപ്പൺ ചെയ്യണം. So using the f out object fout.open hello.txt. So open എന്ന് പറയുന്നത് നമുക്ക് hello.txt ഉള്ള ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇതാണ് ജസ്റ്റ് സിമ്പിൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള മെത്തേഡാണ്. സോ ഈ ഫയൽ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. സോ ഹിയർ വി ആർ യൂസിങ് എഫോർട്ട് ആസ് എ ഒബ്ജക്റ്റ് to open the hello.txt, the text file. So this is how we can create a file and also open. So open എന്ന് പറയുമ്പോൾ നമ്മളത് ആക്ച്വലി അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഫയൽ ഉണ്ട്, ഇനി നമ്മളത് ശരിക്കും ഓപ്പൺ ചെയ്യുവാണ്. ഇനി അതിൽ വരുന്ന 2 ഹെഡർ ഫയൽസ്, ഇത് നേരത്തെ ഹെഡർ ഫയൽസ് മെൻഷൻഡ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇനി അത് നമുക്ക് ഇൻപുട്ട് റിലേറ്റഡ് ആണ്, നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് റീഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇഫ് സ്ട്രീം ക്ലാസ്സിൽ യൂസ് ചെയ്തിട്ട് ഇഫ് സ്ട്രീം എഫിൻ hello.txt, അതായത് വി ആർ ഇൻപുട്ടിങ് സംതിങ്. എഫിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പം അത് നമുക്ക് ഇഫിൻ ഡോട്ട് ഓപ്പൺ വെച്ച് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു, ഇത് നോട്ട് ഈക്വൽ ടു സിമ്പിളാണ്. അപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ കുഡ് നോട്ട് ഓപ്പൺ ഫയൽ പ്രിൻ്റ് ചെയ്യുക. ഇനി അതെല്ലാം നോട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്കത് തുറക്കാം, അതാണ് ഇതിൻ്റെ അർത്ഥം. സോ ഇത് എഫിൻ ഡോട്ട് ഓപ്പൺ, അത് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല, നോട്ട് ഈക്വൽ ടു എന്നുള്ള കേസ് വരുമ്പോഴാണ് വി ആർ നോട്ട് ഏബിൾ ടു ഓപ്പൺ ദി ഫയൽ. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ഓപ്പൺ എ ഫയൽ. നെക്സ്റ്റ് ഒരു ഫയലിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യേണ്ട കേസ് നമ്മൾ ഐ സ്ട്രീം, ദാറ്റ് ഇസ് ഇഫ് സ്ട്രീം വെച്ചിട്ട് യൂസ് ചെയ്യണം, ഇൻപുട്ട് ആണല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം വോയിഡ് മെയിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സും അതൊക്കെ നമ്മൾ ക്യാരക്ടറൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആൻഡ് യു ആർ യൂസിങ് ഇഫ് സ്ട്രീം ക്ലാസ്, ഇൻപുട്ട് ഒബ്ജക്റ്റ് ആണ് ഇഫിൻ hello.txt എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നമ്മൾ തുറന്നു. ഇനി ഇഫിൻ ഡോട്ട് ഓപ്പൺ ആണെങ്കിൽ, എഫിൻ ഡോട്ട് ഓപ്പൺ ദാറ്റ് ഇസ് എ ഫയൽ കുഡ് നോട്ട് ബി ഓപ്പൺഡ് ആണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇനി അഥവാ ഇത് പ്രിൻറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് ഫയൽ ഇസ് ബീൻ ഓപ്പൺഡ് ആണെങ്കിൽ നമുക്ക് സീൻ, നമ്മൾ സാധാരണ ഓപ്പറേഷനിൽ സീൻ സി ഔട്ട് ചെയ്യും. ഇവിടെ നമ്മൾ എഫിനാണ് ചെയ്യുന്നത്, കാരണം എഫിൻ ഇസ് ദ ഇൻപുട്ട് സ്ട്രീം ഒബ്ജക്റ്റ്. അപ്പോൾ എഫിൻ വെച്ചിട്ടാണ് ആ ഓരോ ക്യാരക്ടറും നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്. ഓരോ ക്യാരക്ടറും നമ്മൾ റീഡ് ചെയ്തു, അതാണ് S1, S2, S3. സോ ഇഫ് ദ ഫയൽ ഇസ് ഓപ്പൺഡ് വി ആർ റീഡിങ് ദ ഡാറ്റ ഫ്രം ദ ഫയൽ ഫോർ ദാറ്റ് ദ ഫയൽ ഒബ്ജക്റ്റ് എഫിൻ ക്യാൻ യൂസ്ഡ്. അതായത് നമുക്കിത് നമ്മുടെ ഫയൽ തുറന്നിട്ട് നമുക്ക് റീഡ് ചെയ്യാനുള്ളതാണ്. സോ ദർ ഇസ് സംതിങ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ഫയൽ, എന്നിട്ട് ആ ഫയലിലെ ഡാറ്റ വി ആർ റീഡിങ്. അതിന് വേണ്ടിയിട്ടാണ്, ആ ഫയൽ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് എഫിൻ. ഇത് നമുക്കത് പ്രിൻറ്റ് ചെയ്യാനാണ് നമ്മളത് സി ഔട്ട് യൂസ് ചെയ്യുന്നത്. ഈ എഫിൻ യൂസ് ചെയ്യുന്ന ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ, സി ഔട്ട് വേണ്ടത് നമുക്ക് സ്ക്രീനിൽ കാണാൻ. സോ നമുക്ക് സ്ക്രീനിൽ കാണുന്നതാണ് S1, S2, S3, അത് പ്രിൻറ്റ് ചെയ്തു. ഇനി എപ്പോഴും ഫയൽ ഓപ്പൺ ചെയ്താൽ ഫയൽ എന്തായാലും ക്ലോസ് ചെയ്യണം. സോ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ എഫിൻ വെച്ചിട്ടാണ്. സോ എഫിൻ ഡോട്ട് ക്ലോസ് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്യണം. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ റീഡ് a particular piece of data from a file by opening it and locating whether the file is opened or whether the file is present, and after that we are reading the characters from the file, and after that we are printing, after that we are closing the opened file. So this is how we are reading from a file. Next we move on to writing of a file. So writing ചെയ്യുമ്പോൾ നമുക്കത് ഔട്ട്പുട്ട് സിനാരിയോയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഔട്ട്പുട്ട് കേസസ് നോക്കുക. ഓഫ് സ്ട്രീം എഫ് ഔട്ട് എടുക്കുക, നമുക്ക് hello.txt എന്ന് പറഞ്ഞ ഫയൽ തുറക്കുക. ഫയലിനുള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഫയലിൻ്റെ ഉള്ളിൽ റൈറ്റ് ചെയ്യുവാണ് എഫ് ഔട്ട്. അപ്പോൾ റൈറ്റ് ചെയ്യുമ്പം ഓഫ് സ്ട്രീം അണ്ടറിൽ വരുന്ന ഒബ്ജക്റ്റ് തന്നെ എടുക്കണം, ദാറ്റ് ഇസ് എഫ് ഔട്ട്. ഇത് നമുക്ക് കാണാനല്ല, ഇത് ഫയലിൻ്റെ ഉള്ളിൽ എഴുതാനാണ്. നമുക്ക് കാണാനാണെങ്കിൽ സി ഔട്ട് എന്ന് കൊടുത്താൽ മതി. ഇത് ഫയലിൻ്റെ ഉള്ളിൽ എഴുതാനുള്ളത് കൊണ്ടാണ് എഫ് ഔട്ട് എന്ന് കൊടുക്കുന്നത്. So hello from C++ will be written inside the file. So here the file is opened to write the data into the file. So and also it is in the write mode. അപ്പോൾ എഫേർട്ട് ഒബ്ജക്റ്റും കൂടി ആകുമ്പോൾ അത് റൈറ്റ് മോഡിലാണ് ഉള്ളത്. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ക്യാൻ റൈറ്റ് ഇൻ ടു എ ഫയൽ. നെക്സ്റ്റ് വി അപ്പൻഡ് ടു എ ഫയൽ, അതായത് ഒരു ഫയലിൻ്റെ കൂടെ വേറൊരു
മീൻസ് അപ്പെൻഡിങ് ടു എ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അപ്പെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് ഓഫ് സ്ട്രീം വെച്ചിട്ട് തന്നെ തുറക്കണം. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ iOS ബേസ്, ദിസ് ഇസ് ദ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആൻഡ് APP. സോ APP മീൻസ് അപ്പെൻഡിങ് മോഡിലാണ് നമ്മൾ ആ ഫയൽ തുറക്കുന്നത്. സോ ഹിയർ ദ ഫയൽ വിൽ ബി ഓപ്പൺഡ് ബൈ സെറ്റിംഗ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ആൻഡ് മോഡ് ആസ് ദ അപ്പെൻഡ് മോഡ്. സോ നമുക്ക് ആ ഡാറ്റയിലുള്ള ആ ഫയലിലെ ഡാറ്റാസിൻ്റെ കൂടെ വേറെ ഡാറ്റാസും നമുക്ക് അപ്പെൻഡ് ചെയ്യാം. സോ ആദ്യമേ നോക്കുക FOUT ഡോട്ട് ഓപ്പൺ ആണോ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നമുക്കത് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യം ഹലോ അഗെയിൻ ഫ്രം C++ എന്നുള്ള ഈ ഒരു ഇത്രയും സെൻറ്റൻസ് നമ്മൾ ആ ഒരു ഫയലിൻ്റെ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അപ്പെൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫയൽ FOUT ഒബ്ജക്റ്റ് വെച്ച് ക്ലോസ് ചെയ്യണം. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ അപ്പെൻഡ് ടു എ ഫയൽ. ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അപ്പെൻഡ് ചെയ്യും. ആൻഡ് വി ഷുഡ് യൂസ് ദ അപ്പെൻഡ് ഓപ്പണിംഗ് മോഡ്. നെക്സ്റ്റ് വി ഹാവ് ക്ലോസിങ് എ ഫയൽ. അത് ക്ലോസിങ് എ ഫയൽ യൂഷ്വലി നമ്മൾ എല്ലാത്തിനും താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് FOUT ഡോട്ട് ക്ലോസ്, അത് തന്നെയാണ് ക്ലോസിങ് ദ ഫയൽ. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രീം നെയിം സ്പെസിഫൈ ചെയ്യുക, പിന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ FOUT F-നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളാണ് ട്രാൻസാക്ഷൻ. നമ്മൾ യൂസ് ചെയ്തത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ കീവേഡാണ്. സോ ട്രാൻസാക്ഷൻ ഡോട്ട് ക്ലോസ്. അപ്പോൾ ഈ ക്ലോസ് എന്നുള്ളത് എപ്പോഴും നമുക്ക് കീവേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. അതുപോലെ F-ന് FOUT ഒക്കെ നമ്മൾ കൊടുക്കുന്ന നെയിംസ് ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രീം ക്ലാസിൻ്റെ നെയിംസ് ആണ്. സോ നമുക്ക് അതനുസരിച്ച് നമ്മുടെ അനുസരിച്ച് നെയിം മാറ്റാം. ബട്ട് യു ഷുഡ് യൂസ് ദാറ്റ്. എപ്പോഴും നമ്മളായിരിക്കണം ആ സ്ട്രീം നെയിം ഡിക്ലെയർ ചെയ്യുന്നതും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടതും. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ഓക്കെ. സോ ഇനി അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലോസിങ് എ ഫയലാണ്. നമ്മൾ ആദ്യം FOUT ഓഫ് സ്ട്രീം ക്ലാസ് വെച്ച് തുറന്നു, hello.txt പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്തു FOUT എന്ന് വെച്ച ഒബ്ജക്റ്റ് കൊണ്ട്. വീണ്ടും FOUT ഡോട്ട് ഓപ്പൺ നമുക്ക് നോട്ട് ഈക്വൽ ടു ആണോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അതല്ല എങ്കിൽ നമ്മൾ സാധാരണ പോലെ ഹലോ ഫ്രം C++ പ്രിൻറ്റ് ചെയ്യാണ് FOUT ഡോട്ട് ക്ലോസ്. സോ ഇവിടെ FOUT എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രീം നെയിം, അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. സോ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി, നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് വി ക്യാൻ ക്ലോസ് അവർ desired file. So this is how we can close a file. So that's all. So ഇത്രയാണ് ഫയലിൽ വരുന്നത്. Thus we come to the end of the section. In the next class we will study the type of files and file pointers. പിന്നെ ഫയലിൽ വരുന്ന കുറച്ച് പ്രോഗ്രാംസ് അത്രയൊക്കെയാണ്. Thus we come to the end of this section. Thank you.